ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്കേവർക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധ ചെലുത്തുവാനും അതിൽ നിന്ന് പഠിപ്പാനും ദൈവം ഒരുക്കി തന്ന ഈ മഹത്വമേറിയ ഈ സാഹചര്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. റഷ്യയിലെ സാർ ചക്രവർത്തി തൻ്റെ പൂന്താട്ടത്തിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കോണിൽ ഒരു പ്രത്യേകതയുമില്ലാത്ത, ഒരു കേന്ദ്രബിന്ദുവല്ലാത്ത ഒരു സ്ഥലത്ത് തൻ്റെ ഒരു പടയാളി നിൽക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. ദിവസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും താൻ ആ പൂന്തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ അതേ സ്ഥാനത്ത് ഒരു പടയാളി അറ്റൻഷനായി നിൽക്കുന്നത് കാണുകയാണ്. തുടർന്ന് ആ പടയാളിയോട് ചെന്ന് രാജാവ് ചോദിക്കുകയാണ്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, എന്ത് ഗാർഡ് ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്, ഒരു രീതിയിലുള്ള ആക്രമണമോ ഒരു രീതിയിലുള്ള ഒരു പ്രാധാന്യതയുമില്ലാത്തൊരു സ്ഥലത്താണ് താങ്കൾ ആയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ തലവൻ താങ്കളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. എനിക്കറിയില്ല, ഇവിടെ നിൽപ്പാനായിട്ട് കൽപ്പനയുണ്ട്, ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. സാർ ചക്രവർത്തി കടന്നു ചെന്ന് ആ പടത്തലവനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ആ പ്രത്യേക സ്ഥലത്ത് യാതൊരുവിധമായ പ്രാധാന്യതയുമില്ല എങ്കിലും അവിടെ ഒരു പടയാളി വർഷങ്ങളായിട്ട് നിന്ന് വരികയാണ്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പടത്തലവനും പറയുകയാണ്, എനിക്ക് അറിയില്ല, നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വരികയാണ്, പക്ഷേ അതിൻ്റെ കാരണം എന്താണ്, എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഉത്തരത്തിന് വേണ്ടി കൊട്ടാരത്തിൻ്റെതാകുന്ന ചുരുളുകൾ അഴിക്കുകയും പരതുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊട്ടാരത്തിലുള്ള എല്ലാ പടയാളികളും അവിടെ കാവൽ നിൽക്കുന്നു. വർഷങ്ങളായിട്ട് പടത്തലവന്മാർ അവിടെ ഒരു വ്യക്തിയെ നിയമിക്കുന്നു. എന്നാൽ അതിൻ്റെ കാരണം ആർക്കും അറിയുകയില്ല. ആയതുകൊണ്ട് രാജാവ് ചുരുളുകൾ അഴിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുവാനുമായിട്ടിടയായിത്തീർന്നു. 400 വർഷങ്ങൾക്ക് മുമ്പ് കാതറിൻ ദ ഗ്രേറ്റ് അവിടെ ഒരു റോസാപ്പൂ നട്ടിരുന്നു. ആ റോസാപ്പൂവിൻ്റെ ചെടി ആരും ചവിട്ടിക്കളയാതിരിക്കാനായിട്ട് ഒരു പടയാളിയെ അവിടെ നിർത്തിയതാണ്. 400 വർഷത്തിന് ശേഷം കാതറിൻ ദ ഗ്രേറ്റ് മരിച്ചുപോയി. ആ റോസാപ്പൂ അവിടെ ഇല്ല. പക്ഷെ ഒരു പടയാളി എന്തിനെന്നറിയാതെ അവിടെ കാവൽ നിന്ന് വരികയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? പല കാര്യങ്ങളും മറന്നു പോയിക്കൊണ്ട് വാസ്തവത്തിൽ നാം എന്തിന് ഒരു സഭ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസി എന്നുള്ള രീതിയിൽ ഈ ഭൂമിയിലായിരിക്കുന്നു എന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി ഒന്നും അറിയാതെ കാവൽ നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ നാം പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലായി പോവുകയാണ്. നാം എന്തുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്നു? എന്നെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സഭ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? പല കാര്യങ്ങളും നാം ചിന്തിക്കുമ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം നമ്മുടെ വചനത്തിൽ നൽകിയിട്ടുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ വായിച്ച് മുമ്പോട്ട് പോകാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, തുടർന്ന് വായിക്കാം. 9-ാം വാക്യം, അപ്പോൾ തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ മുൻ നിയമിച്ച അവൻ്റെ പർപ്പസ്, തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മളോട് അറിയിക്കുകയാണ്. 10-ാം വാക്യം വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും കാലസമ്പൂർണതയിൽ എല്ലാതും ക്രിസ്തുവിൽ ഒന്നായി ചേരണം എന്ന ഒരു വലിയ പദ്ധതിയാണ് ദൈവം ഭൂമിക്കായിട്ട് തൻ്റെ സൃഷ്ടിക്കായിട്ട് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് വർഷങ്ങളായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. സകല സൃഷ്ടിക്കുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് സകലതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരണം എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമുഖത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി, ഞാനാകുന്നു ആദ്യവും അന്തവുമാകുന്നവൻ, ആൽഫയും ഒമേഗയും ഞാനാകുന്നു. അത് വെറുതെ പ്രസംഗത്തിൻ്റെ ഭംഗി കൂട്ടുവാനായിട്ട് പറഞ്ഞതല്ല. സകലതും അവൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ, അവൻ്റെ ശ്വാസത്താൽ, അവൻ്റെ വായിൽ നിന്ന് അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി കടന്നു വരികയും സകലതും അവൻ്റെ വായിൽ നിന്ന് അവനിൽ നിന്ന് ഉളവായി വരുവാനായിട്ട് ഇടയായിത്തീരുകയും അതിൻ്റെ എല്ലാം അന്തം എന്നുള്ളത്, അതിൻ്റെ എല്ലാം അവസാനം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇമേജ് ആയിരിക്കുന്ന, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിലാണ്. ഇതാണ് ഈ ഭൂമിയുടെ ആ ഒരു ദൈവം തൻ്റെ സൃഷ്ടിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി എന്നുള്ളത്. എല്ലാം ആരംഭിച്ച ഇടത്ത് തന്നെ എല്ലാം വീണ്ടും ഒന്നായി
ചേരുക. ക്രിസ്തുവിൽ കാലസമ്പൂർണതയിൽ, ഈ ലോകത്തിൻ്റെ അന്ത്യത്തിൽ, സൃഷ്ടിയുടെ അന്ത്യത്തിൽ, സമയത്തിൻ്റെ അവസാനത്തിൽ സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നതായ മഹത്വമേറിയ ഒരു പദ്ധതിയാണ് ദൈവം തൻ്റെ സൃഷ്ടിക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത്. നാം 1-ാം അധ്യായം പൂർണ്ണമായി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മഹത്വമേറിയ കാലസമ്പൂർണതയ്ക്കുള്ള ഈ പദ്ധതിയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിത്തമുണ്ട്. നമുക്ക് അതിലൊരു ഭാഗ്യമായിട്ട് അതിലൊരു പങ്കാളിത്തം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ആ രീതിയിൽ ഈ ഭൂമിയിൽ സഭയിലൂടെ ദൈവം ക്രിസ്തുവിൽ സകലത്തിനെയും ഏകീഭവിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെ ഈ ഭൂമിയിൽ ഈ കാലഘട്ടങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ നാം വിശ്വാസികളായിട്ട്, നാം ക്രിസ്തുവിൻ്റെ സഭക്കാരായിട്ട്, നാം ക്രിസ്തുവിൻ്റെ കൂട്ടുവിശ്വാസികളും കൂട്ടുപോരാളികളും കൂട്ടുസഖാക്കളുമായിട്ട് ഈ ഭൂമുഖത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കേണ്ടേ. നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ ഈ വലിയ പദ്ധതിയായിട്ട്, ക്രിസ്തുവുമായി സകലതും ഏകീഭവിക്കുന്ന ഈ ഒരൊറ്റ പദ്ധതിയുമായിട്ട് ഏകീഭവിക്കുന്നതായി തീരേണ്ടതാകുന്ന ഒരാവശ്യമില്ലേ പ്രിയമുള്ളവരെ? ഇതൊരു ഇൻട്രഡക്ഷനായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഈ ചോദ്യത്തെ ഉണർത്തിച്ചുകൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 55-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. For my thoughts are not your thoughts. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. 9-ാം വാക്യം For as heavens are higher than the earth, സ്വർഗ്ഗം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ so are my ways higher than your ways. ആകാശം ഭൂമിക്ക് മീതെ, സ്വർഗ്ഗം ഭൂമിക്ക് മീതെ എങ്ങനെ മഹത്വമായ രീതിയിൽ ഉയർന്നിരിക്കുന്നുവോ അതുപോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തയും നിങ്ങളുടെ ചിന്തയ്ക്കും വഴികൾക്കും മീതെ ഉയർന്നിരിക്കുകയാണ്. ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് പദ്ധതികൾ ഉണ്ടായിരുന്നേക്കാം. ഈ ജീവിതത്തിന് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്ലാനും പദ്ധതികളും ബ്ലൂ പ്രിന്റുകളും ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, അതിനെല്ലാം മീതെയുള്ള സ്വർഗത്തിനും മീതെയുള്ള ദൈവം അതിനും മീതെയായിട്ടുള്ള ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളുടെ വഴികൾ പോലെയല്ല എൻ്റെ വഴി ആയിരിക്കുന്നത്. ആ രീതിയിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുന്നത് 586 BC അടിമത്തത്തിലേക്ക് കടന്നുപോയ ഇസ്രായേൽ മക്കളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം യെശയ്യാവിലൂടെ നൽകി തന്ന ഒരു സന്ദേശമാണ്. ദൈവം പറയുകയാണ്, യഹോവ അരുളി ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വാഗ്ദത്ത ദേശം നൽകിയിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെശിഹായെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സകല രാജ്യങ്ങളും സകല ജാതികളും നിങ്ങൾക്ക് കീഴായിത്തീരുന്ന ഒരു കാലഘട്ടം, നിങ്ങളുടെ രാജാവ് നിങ്ങൾക്ക് വേണ്ടി 1000 ആണ്ട് വാഴുന്ന ഒരു കാലഘട്ടം, അവസാനമില്ലാത്ത ഒരു സിംഹാസനം കടന്നു വരുന്ന ഒരു കാലഘട്ടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരുന്നു. എങ്കിലും ഇവിടെ ഇസ്രായേൽ മക്കൾ നോക്കുമ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് ഒരിക്കലും മുൻകൂട്ടി കാണാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത ഒരവസരത്തിലേക്ക് അവർ കടന്നു പോയിരിക്കുകയാണ്. യഹോവയുടെ ദേവാലയം തകർക്കപ്പെട്ടുകൊണ്ട് ശത്രുവായവൻ്റെ കരങ്ങളിലേക്ക് അടിമകളായി, ബന്ദികളായി കടന്നു പോയിരിക്കുന്ന ജനത്തോട്, ഇസ്രായേലിനോട് യഹോവ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെറുത്ത് നിൽപ്പാനും നിങ്ങളുടേതായ രീതിയിൽ രാജ്യങ്ങളെ സ്ഥാപിക്കാനും ശ്രമിച്ചു പരാജയപ്പെട്ടെന്ന് വരികിലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ 44-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ വഴി നടത്തും. ആ ദൈവം പറയുകയാണ്, നിങ്ങളുടെ വഴികളെക്കാളും മീതെയുള്ള ഒരു വഴി ഞാൻ ഒരുക്കി വച്ചിരിക്കുകയാണ്. കാരണം എന്താ? നിങ്ങളുടെ ചിന്തയെക്കാളും മനോഹരമായ, ഉന്നതമേറിയ, മഹത്വമേറിയ ചിന്താധാരയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആയതുകൊണ്ട് എൻ്റെ വഴി ഞാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന എൻ്റെ വാഗ്ദത്തങ്ങളുടെ നിർവഹണത്തിനായിട്ടുള്ള, എൻ്റെ പദ്ധതികളുടെ നിർവഹണത്തിനായിട്ടുള്ള, എൻ്റെ പ്ലാനുകളുടെ പൂർത്തീകരണത്തിനായിട്ടുള്ള കാലസംഹരണത്തിൽ ഞാൻ ഏകീഭവിപ്പിക്കാനായിട്ട് പോകുന്ന ആ പ്രവൃത്തിക്കായിട്ടുള്ള പദ്ധതി, നിങ്ങളെ ഈ ഭൂമിയിൽ സഭയായിട്ട് ആക്കി വെച്ചിട്ടുള്ളതിനുള്ള ഉദ്ദേശം, അത് നിവർത്തിക്കുവാനുള്ള വഴികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും മീതെയാണ്. നാം ഒരു പക്ഷെ ചിന്തിച്ചെന്ന് വന്നേക്കാം, കാലം അതിൻ്റേതായിരിക്കുന്ന അന്ധകാരത്തിലേക്ക് അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയ മതനേതാക്കളെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവരെല്ലാം സ്വേച്ഛ ആധിപത്യത്തിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പല നിയമങ്ങളും പല ന്യായവിധികളും പല പ്രവർത്തനങ്ങളും പല ചിന്താധാരകളും പല സംഘടനകളും നമ്മൾക്കെതിരെ വളരെയധികം ശക്തമായിട്ട് ഉണർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഈ പദ്ധതി, ദൈവം ആഗ്രഹിക്കുന്നതാകുന്ന ഈ കാര്യം നമ്മളിലൂടെ, നമ്മുടെ സഭകളിലൂടെ സാധ്യമാകുമോ എന്ന് ചിന്തിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ പക്ഷെ ദൈവം പറയുകയാണ്, എൻ്റെ വഴി നിങ്ങളെക്കാളും നിങ്ങളുടെ വഴികളെക്കാളും വലിയതായിരിക്കുന്നു. ആ രീതിയിൽ ദൈവത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന ഈ വഴിയുടെ സവിശേഷതകൾ, 3 സവിശേഷതകൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് 12:5 തന്നെ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ആ 1-ാമത്തെ സവിശേഷത മനസ്സിലാക്കുവാനായിട്ട് കടന്നു ചെല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം സമയത്തിൻ്റെ ലഭ്യത കുറവ് കാരണം അത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പറഞ്ഞു പോകാം. 7-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ മിദ്യാനർക്ക് നേരെ പോരാടുവാനായിട്ട് 35,000 പേർ കടന്നു വരികയും എന്നാൽ ദൈവം ഒന്നും കൂടെ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് അനേകം പേർ മടങ്ങിപ്പോകുവാനായിട്ട് 15,000 പേർ മടങ്ങിപ്പോകുവാനും 10,000 പേര് ശേഷിപ്പാനുമായിട്ടിടയായിത്തീർന്നു നാം വായിക്കുന്നു. തുടർന്ന് നാം താഴത്തോട്ട് വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഈ 1,35,000 പേർ 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: 1,35,000 മിദ്യാനർ ഇസ്രായേലിനെ നേരെ എതിർത്ത് നിൽക്കുമ്പോൾ 35,000 ഇസ്രായേലർ കൂടുതലാണ് പിരിഞ്ഞു പോകുവാനായിട്ട് പറയുക എന്ന് പറയുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. 10,000 പേർ ശേഷിച്ചപ്പോൾ 10,000 വേഴ്സസ് 1,35,000 നിൽക്കുമ്പോഴും അവരും കൂടുതലാണ്, അവരോട് പിരിഞ്ഞു പോകുവാനായിട്ട് പറയുക എന്ന് പറയുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. തുടർന്ന് നാം കാണുന്നത് 300 വ്യക്തികളായിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം ചുരുങ്ങുകയാണ്. കേവലം 300 വ്യക്തികൾ 1,35,000 വരുന്ന പടയാളികളുമായിട്ട് പോരടിക്കുവാനായിട്ട് പോകുമ്പോൾ ദൈവം പറയുകയാണ്, പെർഫെക്റ്റ്, ഇതാകുന്നു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ ഗിദെയോനും ഇസ്രായേലരും അല്ലെങ്കിൽ മറ്റു വ്യക്തികളും ചിന്തിക്കുമ്പോൾ യുക്തിരഹിതമായ ഒരു പദ്ധതിയാണ് ദൈവം മുമ്പോട്ട് വയ്ക്കുന്നത്. യുക്തിരഹിതമായ ഒരു കാര്യമാണ് ദൈവം മുമ്പോട്ട് ഉണർത്തിക്കുന്നത്. 1,35,000 പേരോട് പോരിടുവാനായിട്ട് ദൈവം കൊണ്ടുപോകുന്നത് കേവലം 300 വ്യക്തികളെ. ഒരു താഴ്വരയുടെ കീഴടക്കത്തിൽ അവരങ്ങ് ചെന്ന് നിൽക്കുമ്പോൾ വെറും ഒരു കല്ലെറിഞ്ഞാൽ മതിയാകും ആ 300 പേര് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പതിക്കുവാനായിട്ടിടയായിത്തീരുന്ന ഒരു അത്രമാത്രം ജനസംഖ്യയുമായിട്ടാണ് ദൈവം പോരിടുവാനായിട്ട് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ യുക്തികൾക്കെല്ലാം അപ്പുറമാണ്. പലപ്പോഴും യുക്തിരഹിതമായി നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം. കാരണം എന്താ? ദൈവം ഈ യുക്തിക്കെല്ലാം അപ്പുറമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ വഴികളിൽ കുറിച്ച് നാം നോക്കുമ്പോൾ, നാം തദ്ദേശ സഭകളുടെ ആ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കുമ്പോഴും എല്ലാം പലപ്പോഴും പല കാര്യങ്ങളും നിവർത്തിക്കുവാനായിട്ട് അസാധ്യമാണ് എന്ന് തോന്നി എന്ന് വന്നേക്കാം. സുവിശേഷീകരണം അസാധ്യമാണെന്ന് തോന്നി എന്ന് വന്നേക്കാം. നിലനിൽപ്പ് അസാധ്യമാണെന്ന് തോന്നി എന്ന് വന്നേക്കാം. മാനുഷികമായി അസാധ്യമാണ് എന്ന് തോന്നി എന്ന് വന്നേക്കാം. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ കോടാനുകോടി ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു വ്യക്തിയാണ് കടന്നു വരുവാനായിട്ടിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, സ്ത്രീയുടെ ഒരു സന്തതിയാൽ കോടാനുകോടി സൃഷ്ടികൾക്ക് രക്ഷ ഒഴുക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. അടിമകളാൽ രാജ്യത്വങ്ങളെ വീഴിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ചെങ്കടലിന് മുമ്പാകെ ചെന്ന് നിന്നപ്പോൾ വഴിയില്ലാത്ത അവസ്ഥയിൽ മുമ്പോട്ട് പോക എന്ന് പറഞ്ഞ ഒരു ദൈവത്തെയാണ് നാം വചനങ്ങളിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, ആ ആഴിയുടെ ആഴങ്ങളിലേക്ക് പത്രോസിനോട് വിശ്വാസം മൂലം ഇറങ്ങി വരിക എന്ന് കൽപ്പിച്ച ഒരു ദൈവത്തെയാണ് നാം ഇന്ന് കാണുന്നത്. ആ രീതിയിൽ ഒരു സഭ നമ്മുടെ കർത്തവ്യം നിറവേറ്റുന്നതിന് വേണ്ടി, ക്രിസ്തീയ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടി നാം കടന്നിറങ്ങുമ്പോൾ പലപ്പോഴും അസാധ്യമാണ് എന്ന് തോന്നിയെന്ന് വന്നേക്കാം. പലപ്പോഴും യുക്തിരഹിതമാണ് എന്ന് തോന്നിയെന്ന് വന്നേക്കാം. ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് തോന്നുവാനിടയായി തീർന്നിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് ഇങ്ങനെയാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല മാർക്കുകളുണ്ട്, അത് വെച്ചൊരു ജോലി സുരക്ഷിതമാക്കി നല്ലൊരു ജീവിതം എൻ്റെ പപ്പയ്ക്ക് നൽകിക്കൂടെ, ഈ വയസ്സാം കാലത്ത് വീണ്ടും സുവിശേഷ വേല ചെയ്യുവാൻ അതിനൊന്നും വിടേണ്ട ആവശ്യമില്ലാവത്തില്ല, ആവശ്യത്തിനുള്ള ധനം സമ്പാദിച്ച് എനിക്ക് മുമ്പോട്ട് പോകാമായിരുന്നു. യുക്തിരഹിതമായ ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങുകയാണ്. എന്നാൽ എൻ്റെ കർത്താവിനോട് പറയുകയാണ്, അതൊന്നും നോക്കണ്ട, എൻ്റെ വഴി ഈ സകല വഴികൾക്കും മീതെ വലുതാണ്. കേവലം ഇങ്ങനെ തീരുന്ന ഈ ജീവിതത്തിന് അപ്പുറം നിത്യമായ ഒരു ജീവിതമുണ്ട്. അത് യുക്തികൾക്കും അപ്പുറമാണ്, അത് ചിന്തയ്ക്കും അപ്പുറമാണ്. അപ്രമേയമായ സ്നേഹം പോലെ തന്നെ അപ്രമേയമായ ഒരു ജീവിതവും നമുക്കുണ്ട്. അത് നോക്കി കണ്ടുകൊണ്ട് ഓടുക. ക്രിസ്തുവിൽ സകലതും ഏകീഭവിപ്പാനായിട്ട് പോവുകയാണ്. അതിൽ നമ്മുടെ പങ്കാളിത്തം എന്താണ്? അതാകുന്നു നാം ചോദിക്കേണ്ടുന്ന മുഖ്യമായ ചോദ്യം. ആ രീതിയിൽ നാം തുറഞ്ഞിറങ്ങുമ്പോൾ പലപ്പോഴും യുക്തിരഹിതമായി എന്ന് തോന്നി എന്ന് വന്നേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ വഴി പലപ്പോഴും യുക്തിരഹിതമാണ്. ദൈവത്തിൻ്റെ വഴി പലപ്പോഴും യുക്തികൾക്ക് അപ്പുറമാണ്. ആ രീതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് നാം നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് അത് യുക്തിരഹിതമായിരിക്കാം, യുക്തികൾക്ക് അപ്പുറമായ വഴിയാണ് ദൈവത്തിൻ്റെ വഴി. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന് 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈവിലിന്, അതായത് തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കരുത്. ആ രീതിയിൽ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു കർത്താവിനെ നാം അവിടെ കാണുകയാണ്.
വലത് കരണത്തടിച്ചാൽ ഇടത് കരണം കാണിച്ചു കൊടുക്കുക എന്നെല്ലാം പറയുന്ന ഒരു ദൈവത്തെ നാം അവിടെ കാണുകയാണ്. തുടർന്ന് നാം റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പൗലോസിലൂടെ ഇങ്ങനെയാണ് പറയുന്നത്: കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരുമായി സമാധാനത്തിൽ വസിക്കാനായിട്ട് ശ്രമിക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നീ എങ്ങനെ നിനക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി നന്മ നിന്റെ അയൽക്കാരന് വേണ്ടി, നീ സ്നേഹിക്കുന്ന നിന്റെ ശത്രുവിനും കൂടെ വേണ്ടി നൽകുവാനായിട്ട് നീ ശ്രമിക്കണം എന്ന് പറയുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. ദൈവത്തിൻ്റെ വഴിയുടെ രണ്ടാമത്തെ സവിശേഷത ഇതാണ്. ദൈവത്തിൻ്റെ വഴിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്. അത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴിയാകുന്നു. നാം ഈ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പോരാട്ടം എന്നുള്ളത് ജഡരക്തങ്ങളോടല്ല ആയതുകൊണ്ട് നമ്മുടെ ആയുധങ്ങളും ജഡരക്തങ്ങളെ കീഴ്പ്പെടുത്തുന്നതല്ല. നമ്മുടെ ആയുധങ്ങളും നമ്മുടെ പോരാട്ടവും ആത്മീകമാണ്. ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മുടെ പോരാട്ടം ആത്മീകമായി പോരാടിക്കൊണ്ട് ജഡരക്തങ്ങളെ പോലെ വീണുപോകാതെ സമാധാനത്തിൽ നിലനിന്നു പോകുവാനായിട്ട് നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ള വ്യക്തികളുമായിട്ട് സമാധാനത്തിലായിരിക്കണം എന്ന് നാം റോമാലേഖനത്തിൽ വായിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർക്ക് നാം കീഴ്പ്പെട്ടിരിക്കണം എന്ന് നാം വായിക്കുകയാണ്. നമ്മുടെ ശത്രുവിനോട് നാം സമാധാനമുള്ളവരായിരിക്കണം, അവരെ സ്നേഹിക്കണം എന്ന് പൗലോസ് പറയുകയാണ്. ആ രീതിയിലെല്ലാം ദൈവം പറയുകയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനമുണ്ടോ? നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, ബന്ധങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷവും ഒരു യുദ്ധം നടക്കുവാനായിട്ടിടയായി തീർന്നു. നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, ശീതകാല യുദ്ധം എന്ന് പറയും. ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആരും പോരാടിയില്ല, പക്ഷേ മറ്റു പേരുകളിൽ ഇതെല്ലാം അറിയപ്പെട്ടു. അതായത് ഗ്രീൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ശീതകാല യുദ്ധങ്ങൾ എന്ന് പറയുവാനായിട്ടിടയായിത്തീരും. അതായത് ഒരു രാജ്യം മറ്റു രാജ്യത്തിന് മെച്ചമാണ് എന്ന് തെളിയിക്കുവാനായിട്ട് അഴഞ്ഞു പ്രവർത്തിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. ചൈന അവിടെ നിന്ന് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വിടുന്നു. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകുവാനായിട്ടുള്ളൊരു ശ്രമം. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശീതകാല യുദ്ധങ്ങൾ നടത്തുകയാണ്. നാം പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളിലും ദൈവം കാണിച്ചു തന്നിരിക്കുന്നതായിരിക്കുന്ന സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് പകരമായിട്ട് ശീതകാല യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ശീതകാല യുദ്ധത്തിലാണ്. അത് സങ്കടകരമായ ഒരു കാര്യമാണ്, എങ്കിലും എനിക്ക് പറയാതെ വയ്യ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ സഹോദരൻ ആളുടെ മോളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ ആളിനെയും വിളിക്കില്ല, അല്ലേ? ഇങ്ങനെ പലവിധമായ മനോഭാവങ്ങളും വെച്ച് പുലർത്തുന്നവരാണ് നാം ഓരോരുത്തരും. പലവിധമായ മനോഭാവങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട്, പലവിധമായ ആറ്റിറ്റ്യൂഡുകൾ പുലർത്തിക്കൊണ്ട് ഒരു ശീതകാല യുദ്ധത്തിലാണ് ഇന്നത്തെ ക്രിസ്തു വിശ്വാസികളായിരിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ നിങ്ങളുടെ വലത്ത് കരത്ത് അടിച്ചാൽ നിങ്ങളുടെ ഇടത് കരണവും കാണിച്ചു കൊടുക്കണമെന്ന്. അതായത് നിങ്ങളുടെ വലത്ത് കരണത്ത് ഇങ്ങനെ അടിച്ചാൽ നിങ്ങളുടെ ഇടത്ത് കരണവും നിങ്ങൾ ഇങ്ങനെ അടിക്കാനായിട്ട്, ശക്തിക്ക് അടിക്കാനായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ആ രീതിയിലുള്ള ഒരു സന്ദേശം നൽകിയ ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ ആകുന്ന ആ സ്വഭാവ സവിശേഷതകളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികം ആക്കേണ്ടതായിട്ടുണ്ട്. ബർണ്ണബാസിനെ വിളിച്ചിരിക്കുന്നത് പ്രബോധനത്തിൻ്റെ പുത്രൻ എന്നാണ്. അവൻ്റെ അപ്പൻ്റെ പേര് പ്രബോധനം എന്നായതുകൊണ്ടല്ല പ്രബോധനത്തിൻ്റെ പുത്രൻ എന്ന് വിളിച്ചത്. യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചേക്കുന്നത് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാണ്. അവൻ്റെ അപ്പനമ്മയും ഇടിയും മുഴക്കവും ആയതുകൊണ്ടല്ല ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചത്. അവരെ വിളിക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത് അവരുടെ സ്വഭാവ സവിശേഷതകളാണ്. ആ രീതിയിൽ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളും എന്ന് വിളിക്കപ്പെടുന്ന നാം നമ്മുടേതാകുന്ന ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലും കാണിക്കേണ്ടതായിട്ടില്ലേ? ആ രീതിയിൽ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നിലനിർത്തിയ കർത്താവായ യേശുവിൻ്റെ പാത അത് നാമും പിൻപറ്റേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ? ദൈവത്തിൻ്റെ വഴി സമാധാനത്തിൻ്റെയും ദൈവത്തിൻ്റെ വഴി ശാന്തിയുടെയും വഴി ആണ്. ആ രീതിയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ മൂന്നാമതായിട്ടുള്ള ദൈവത്തിൻ്റെ വഴിയുടെ സന്ദേശം എന്നുള്ളത് നാം യോനയുടെ പുസ്തകത്തിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോനയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: യോന അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ പരാജയപ്പെടുകയാണ്. അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുഖാന്തരം അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ പരാജയപ്പെടുകയാണ്. ഒരു മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്കിൽ ആ യോനയെ മാറ്റി നിർത്തിക്കൊണ്ട് അനേകം പ്രവാചകന്മാർ ഇസ്രായേലിൽ ആ കാലഘട്ടത്തിലുണ്ട്. യോനയ്ക്ക് പകരം മറ്റൊരു പ്രവാചകനെ ദൈവത്തിന് കൊണ്ടുവന്നുകൊണ്ട് അവൻ്റെ ഹിതത്തെ സ്ഥാപിക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വീണുപോയ പത്രോസിന് പകരം മറ്റൊരു അപ്പോസ്തലനെ പൗലോസിന് ദൈവത്തിന് ഉണർത്താമായിരുന്നു. വീണുപോയ പൗലോസിന് പകരം, കൊല്ലുവാനായിട്ട് നടന്ന പൗലോസിന് പകരം മറ്റൊരു വ്യക്തിയെ കർത്താവിന് ഉണർത്താമായിരുന്നു. പരാജയപ്പെട്ടു പോയ മോശയ്ക്ക് പകരം എൻ്റെ സുഹൃത്ത് എന്നുമായി
ഞാനുമായി ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി മോശയെ പോലെ ഒരു പ്രവാചകൻ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ മോശ പരാജയപ്പെട്ടു പോയപ്പോൾ മറ്റൊരു പ്രവാചകനെ ദൈവത്തിന് ഉണർത്താമായിരുന്നു. ആ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്നുള്ളത്, ദൈവത്തിൻ്റെ വഴി ഒരിക്കലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ദൈവത്തിൻ്റെ വഴി ഒരിക്കലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. ആയതിനാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും ഒരു റീപ്ലേസ്മെൻറ്റ് തിയോളജി അല്ല, അതൊരിക്കലും മാറ്റി സ്ഥാപിക്കലുകളുടെ ഒരു വഴിയല്ല. നാം പലപ്പോഴും അവൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഈ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരുന്നില്ല, അവനെ മാറ്റാം, അങ്ങനെയൊന്നും നാം മാനുഷികമായി ചിന്തിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കാത്ത ഒരു ദൈവം, നാം പൊടിയെന്ന് ഓർക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ എളിമ സ്വഭാവത്തെ ഓർക്കുന്ന നമ്മുടെ ദൈവം, അവൻ നമ്മളെ മാറ്റിവെക്കുന്നില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ വഴി മാറ്റി സ്ഥാപിക്കലുകളുടെ വഴിയല്ല. ക്രിസ്തുവിൽ സകലതും ഏകീഭവിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വരികിലും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റിവെക്കുവാനായിട്ട് പോകുന്ന ഒരു ദൈവമല്ല. അതിനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ക്രിസ്തുവിശ്വാസികളാകുന്ന നമ്മുടെ വീഴ്ചകളെ കണ്ടുകൊണ്ട് നമ്മളെ ആ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നവനാകുന്ന ഒരു ദൈവമല്ല. കാരണം മനുഷ്യൻ്റെ വഴി അതായി എന്ന് വന്നേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ വഴി ഒരിക്കലും മാറ്റി സ്ഥാപിക്കലുകളുടെ വഴിയല്ല. ദൈവത്തിൻ്റെ വഴി യുക്തിരഹിതമാണ് എന്ന് തോന്നിയെന്ന് വന്നേക്കാം, പക്ഷെ അത് യുക്തിയിലും ഉപരിയായിരിക്കുന്ന വഴിയാണ്. തീരുമാനമെടുക്കുമ്പോൾ മനുഷ്യൻ യുക്തിയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ നോക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നാം നോക്കിക്കണ്ടു, ദൈവത്തിൻ്റെ വഴി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വഴിയാണ്. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വഴി മാറ്റി സ്ഥാപിക്കലുകളുടെ വഴിയല്ല. കാരണം എന്താ? അതൊരു വ്യക്തിയിലോ സഭയിലോ അതൊരു പ്രവർത്തനത്തിലോ സംഘടനയിലോ അടിസ്ഥാനം വെച്ചിരിക്കുന്ന ഒരു വഴിയല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വഴി അത്രമാത്രം ഉന്നതമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഈ വഴിക്ക് അനുസൃതമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സഭയായി വ്യക്തികളായി ക്രിസ്തു വിശ്വാസികളാകുന്ന നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ശേഷിക്കുന്ന ചില മിനിറ്റുകൾ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ശ്രദ്ധിച്ചായിരിക്കാം. മുന്നേ ഞാൻ എടുത്തൊരു വാക്യം തന്നെ ഇപ്പോഴും പറയും.